ഒരു കോളേജും SFIയുടെ കോട്ടയുമല്ല കോപ്പുമല്ല. ചെങ്കോട്ടയായിരുന്ന ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിനെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഈ ക്യാമ്പസ് ഇലക്ഷനിൽ UDSF അധികാരത്തിലേറിയിരിക്കുന്നത്. 52 വർഷങ്ങൾക്ക് ശേഷമാണ് UDSF ഈ ഉന്നത വിജയം കൈവരിച്ചിട്ടുള്ളത്. ഒരു കോളേജും SFIയുടെ കോട്ടയുമല്ല കോപ്പുമല്ല. പെരിന്തൽമണ്ണ ഗവൺമെന്റ് പോളിയിലെ വിദ്യാർത്ഥികളെ 52 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും മികച്ചൊരു വിധിയായിട്ടാണ് UDSFന് അനുകൂലമായിട്ടുണ്ടായിട്ടുള്ളത്. ഇതിനെ സംബന്ധിച്ച് SFIയുടെ വിദ്യാർത്ഥി വിരുദ്ധ നിലപാടുകൾക്കെതിരെ യൂണിവേഴ്സിറ്റിയിൽ കാണിക്കുന്ന തെമ്മാടിത്തത്തിനെതിരെ ഉള്ളൊരു വിജയമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അതിലുപരി ഇവിടുത്തെ വിദ്യാർത്ഥികൾ പോലും SFIയെയും പിണറായി ഗവൺമെന്റിനെയും ഒരുപക്ഷെ ഇവിടുന്ന് തിരസ്കരിക്കാൻ തയ്യാറായിക്കൊണ്ട് നിൽക്കുകയാണ് എന്നുള്ളതാണ് ഈ ഒരു റിസൾട്ട് സൂചിപ്പിക്കുന്നത്. 150-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ SFIയുടെ കോട്ടയായ ഈ പോളിയിൽ UDSF ജയിച്ചിട്ടുണ്ടെങ്കിൽ SFI വിരുദ്ധ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഫലമാണ് എന്നാണ് MSFനും KSUവിനും ബോധ്യപ്പെടുത്തുവാനുള്ളത്. ഈ പെട്രോളിന് നമുക്ക് എവിടുന്ന് കൊണ്ടുപോകണോ? നമുക്ക് മണാലിന്ന് വാങ്ങാം. ലഡാക്കിൽ പോകുമ്പോൾ ഒരൊറ്റ പെട്രോൾ പമ്പ് പോലും ഇല്ലാതെ 300 കിലോമീറ്റർ വരെ ഉണ്ട്. 300 കിലോമീറ്ററോ? ഈ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ചുറ്റിനും മല, അതിന്റെ നടുവിലൂടെ നോക്കിയാ നോട്ടം കിട്ടാത്ത റോഡ്, അതിലൂടെ നമ്മളെ രണ്ടാളും ബുള്ളറ്റിൽ പോകുന്നത്. ഈ ഒന്ന് ഓർത്ത് നോക്കിയാടാ. എടാ ബസ്സിലേക്ക് ഇട്ടാ, ആക്സിഡന്റ് കൊടുത്താ. വിരലിന്റെ അറ്റം കട്ടായി പോയിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുമായിരുന്നു. മുറിച്ച് കളയണമെന്നാണ് കൊണ്ടുപോടത്തൊക്കെ പറഞ്ഞത്. കൂടെ ഉണ്ടായിരുന്ന അഭി പറഞ്ഞു നമുക്ക് കിംസ് അൽഷിഫയെ കൊണ്ടുപോകാം. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ ആണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.